ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ദേ പനിച്ച് വിറച്ച് വൈകിട്ട് ഉറങ്ങി എണീറ്റപ്പോൾ എനിക്ക് നല്ല പനി, തണുത്ത് വിറയ്ക്കുകയാണ്. തണുപ്പ് മാറി അവസാനം അത് ചൂട് പൊള്ളൽ പോലെ തോന്നി. പിന്നെ ഞാൻ നേരെ ആശുപത്രിയിലോട്ട് വിട്ടു. അവരപ്പം തന്നെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തു. എനിക്കും വയ്യ, എൻ്റെ കൊച്ചിന് 2 പിള്ളേർക്കും വയ്യ. 2 പിള്ളേർക്കും ആശുപത്രിയിൽ അപ്പം തന്നെ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇതാ ഇരിക്കുകയാണ്. 3 പേർക്ക് 3 ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഫുൾ വൈറൽ ഫീവറാണ്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വൈറൽ ഫീവറാണ്. എന്നാലും 3 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പ്ലേ റൂം ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് സൗകര്യമായി. എനിക്ക് അവിടെ നിന്ന് ഇരുന്നാൽ മതി, ബാക്കി അവർ കളിച്ചോളും. നല്ല ഉറക്കം വന്നിട്ട് വയ്യ, പക്ഷേ പിള്ളേർ ഉറങ്ങിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റി. നിങ്ങളാണെങ്കിൽ ഉറക്കവും ഇല്ല. നല്ല പനിയായിരുന്നു ആ സമയത്ത് പിള്ളേർക്ക്. പക്ഷേ ക്ഷീണം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോയിട്ടില്ല. കളിച്ച് തളർന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരുന്ന അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ബുക്കൊക്കെ ഉണ്ട്, അല്ലാണ്ട് വായിക്കാനൊക്കെ പിള്ളേർക്ക് വായിക്കാൻ. അവസാനം കളിച്ച് തളർന്നതേ ഒരു വിധം ഞാൻ കൊണ്ട് കിടത്തി ഉറക്കി. എനിക്കാണെങ്കിൽ മൂക്കൊക്കെ നല്ല എരിഞ്ഞ് വരുന്നുണ്ട്. 2 ഞാൻ ഉറക്കി ഒരുവിധം. അങ്ങനെ ഒരുറക്കം കഴിഞ്ഞ് പിന്നെയും അവിടെ തന്നെ രാത്രിയായാലും പകലായാലും ഫുൾ ടൈം അതിനകത്ത് തന്നെ എനിക്കിരിപ്പ്. അവരവിടെ നിന്ന് ഇറങ്ങുന്നില്ല. എന്തൊക്കെയോ കളികളും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിയും പിടിയും. എന്തായാലും ഞാൻ ഈ ഇരിപ്പ് തന്നെയാണ് സ്റ്റിൽ. അടുത്ത ദിവസം രാവിലെയായി. ഞാൻ സെയിം സ്പോട്ടിൽ തന്നെയാണ്, വേറെ എങ്ങും പോവില്ലല്ലോ, അവിടെ തന്നെയല്ലേ ഇരിപ്പ്. അവരിത് കളിച്ച് അവിടെ ഇടയ്ക്ക് വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് പിന്നെയും പോകുന്നുണ്ട്. അവിടെ ഏതോ കൂട്ടുകാരനെയോ എന്തൊക്കെയോ കിട്ടി. അങ്ങനെ അവിടെ പോയി കളിച്ചു. അപ്പോഴേ അടുത്ത ആൾ പിന്നെ ഉറങ്ങി. ഉറക്കം എണിക്കുക, മരുന്നുടിക്കുക, കഴിക്കുക, ഉറക്കം എണിക്കുക, മരുന്നുടിക്കുക, കഴിക്കുക. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളിത് ഡിസ്ചാർജൊക്കെ ആയി വീട്ടിൽ വന്ന് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ബൈ.